നിങ്ങൾക്ക് കുറച്ച് വിഷമം വരുന്നൊരു കാര്യമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയും. എന്താ ആ വിഷമമുള്ള കാര്യം എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചത്? നിങ്ങളിപ്പോൾ വലിയ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിലും കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും ഭയങ്കര സമ്പത്തും വിദ്യാഭ്യാസവും ഉള്ള വ്യക്തിയാണെങ്കിലും തീരെ ദരിദ്രനാണെങ്കിലും സ്ത്രീ ആയാലും പുരുഷനായാലും ഇതൊന്നുമല്ല നിങ്ങളുടെ സക്സസ്, വിജയത്തിനെ നിശ്ചയിക്കുന്ന ഫാക്ടർ. അത് നിങ്ങളുടെ കോൺഫിഡൻസ് മാത്രമാണ്. നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ കഴിവും ഉണ്ട്, സ്റ്റിൽ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എവിടെയും എത്തില്ല. പക്ഷെ നിങ്ങൾ അത്ര കഴിവൊന്നും ഇല്ലാത്ത വ്യക്തിയാണ്, പക്ഷെ കുറച്ച് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ആ സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ? ഈ വീഡിയോയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രൂവൺ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആണ് ഞാൻ തരുന്നത്. എന്റെ ലൈഫ് കോച്ചിങ് ബാച്ചിലെയും മൈൻഡ് റീപ്രോഗ്രാമിംഗ് ബാച്ചിലും ഒക്കെ ഇന്റൻസീവ് ആയിട്ട് കൊടുക്കുന്ന ഈ ടെക്നിക്സ് ഇന്ന് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടാൻ പോവാണ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഈ ഒരു വീഡിയോ മതി. സോ എങ്ങനെയാണ് നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂട്ടേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണം തിരിച്ചറിയുക. കാരണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസം ഇല്ലാത്തതിന്റെ റീസൺസ് പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ്. ഇപ്പൊ എന്റെ ബാച്ചുകൾ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിലൊക്കെ ഒന്നുകിൽ അവരുടെ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജഡ്ജ് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഞാൻ എന്തെങ്കിലും കാണിച്ച് അബദ്ധമായി പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കളിയാക്കുമോ അല്ലെങ്കിൽ എന്നെ പറ്റി ചെറുതായിട്ട് വിചാരിക്കുമോ, ആ ഒരു ജഡ്ജ്മെന്റിനോടുള്ള ഭയമാണ് നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന ഫാക്ടർ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. തോറ്റു പോകുമോ എന്നുള്ളൊരു ഭയം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അത് ചെയ്തു കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആയി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള ചിന്തയുടെ പുറത്ത് നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനോ ഉള്ള മടി വരും. ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മൾ ഇനി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോവാണ്. നിങ്ങൾ ഓരോരുത്തരും കോൺഫിഡന്റ് ആയ ഒരു വ്യക്തിയായി മാറാൻ പോവുകയാണ്. ഒന്നാമതായി നമുക്ക് ചില ബേബി സ്റ്റെപ്സ് എടുക്കാം. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഗ്രൂം ചെയ്തിട്ട് ചെല്ലുന്നു അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ചെല്ലുന്നു, അതിനൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ ഓട്ടോമാറ്റിക്കായി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് ഫോക്കസ് ചെയ്യുക. ഡെയിലി രാവിലെ ഒരു 10 പുഷപ്പ് എടുക്കുക. ഒരു അഡ്രിനാലിൻ റഷും നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ ഒത്തിരി സഹായിക്കും. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസത്തിനെ ചോർത്തിക്കളയുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനുണ്ട്. എന്താണെന്നറിയോ? നെഗറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലേ, എടാ നിന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ല, നീ കൂട്ടിയെ കൂടത്തില്ല, നീ ഒരു കഴിവും ഇല്ലാത്തൊരു വ്യക്തിയാണ്, അത്ര ട്രാജഡിയാണ് നീ. ഇത്തരത്തിലുള്ള സെൽഫ് ടോക്ക് നമ്മൾ നമ്മോട് പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് മാറ്റുക. അതിനു പകരം ഞാനൊരു വിജയിയാണ്, ലക്ഷ്യം വെക്കുന്നത് നേടാനുള്ള ശക്തി പ്രപഞ്ചം എന്നിൽ തന്നിട്ടുണ്ട്, എന്റെ മനസ്സ് ഈ ഇൻസെക്യൂരിറ്റീസിനേക്കാൾ പവർഫുൾ ആണ്, മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് എനിക്ക് എന്തും കീഴടക്കാൻ സാധിക്കും. ഇങ്ങനെ മനസ്സിലൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ. ശ്രദ്ധിക്കുക, ഇത്തരം നെഗറ്റീവ് ടോക്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ പവർഫുൾ ആവും. ഇപ്പം ചക്കയെ പറ്റി ആലോചിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചക്കയെ പറ്റി ആലോചിക്കില്ലേ? സെയിം ടെക്നിക്കാണ്. ആ തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോട്ടെ, ഒരു കുഴപ്പമില്ല, അതിനെ മനസ്സിലേക്ക് സ്വീകരിക്കുക. പക്ഷെ അതിനെ ഈ പോസിറ്റീവ് തോട്ട്സ് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക. ബിയോൺസെ പറ്റി കേട്ടിട്ടില്ലേ? ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആണല്ലേ. അദ്ദേഹം യൂസ് ചെയ്യുന്ന മറ്റൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ആൾട്ടർ ഈഗോ എന്ന് പറയുന്ന സംഭവം. സാഷ ഫിയേഴ്സ് എന്ന് പറയുന്ന ഒരു ആൾട്ടർ ഈഗോ അദ്ദേഹം യൂസ് ചെയ്തത്. ഞാൻ ചുരുക്കി പറഞ്ഞത്, നിങ്ങൾ ടെക്നിക്കാലിറ്റിയിൽ ഒന്നും കിടക്കണ്ട. നിങ്ങൾ ഒരു സ്റ്റേജിലേക്ക് കയറുകയാണ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂയിലേക്ക് കയറുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഏറ്റവും അധികം വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം ഒന്ന് സബ്സ്യൂം ചെയ്തിട്ട് അതിന് മുകളിൽ മറ്റൊരു ആൾട്ടർ ഈഗോ, മറ്റൊരു വ്യക്തിത്വമാണ് നിങ്ങൾ വിശ്വസിക്കണം. ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കോൺഫിഡൻസ് വേണ്ട സാഹചര്യത്തിനുണ്ടല്ലോ ഞാൻ അല്ലാതെ പെരുമാറും. ഞാൻ മറ്റൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് വെച്ചാൽ എക്സ്ട്രീംലി കോൺഫിഡന്റ് ആയും ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നു, അയാൾ എങ്ങനെ പെരുമാറുന്നു, അയാൾ എങ്ങനെ ക്രൈസിസ് മാനേജ് ചെയ്യുന്നു, അയാൾ എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് അയാളുടെ ബോഡി പോസ്റ്റർ ഉപയോഗിച്ച് ഡൊമിനേറ്റ് ചെയ്യുന്നു, ആ രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവൻച്വലി ഞാൻ ആ വ്യക്തിയായി മാറുകയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഒറ്റയടിക്ക് നമുക്ക് മാറ്റിമറിക്കാനും നോക്കില്ല. ബട്ട് ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. നിങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിഭീകരമായിട്ടുള്ള മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. ഇപ്പൊ എന്റെ 1-on-1 സെഷൻസ് ഉണ്ട്, പേഴ്സണൽ കൺസൾട്ടേഷൻ സെഷൻസ്. അതിൽ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം ഒട്ടുമില്ലാത്ത ആൾക്കാർ വന്നു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ആൾട്ടർ ഈഗോ ട്രെയിനിങ്. അതിനോടൊപ്പം വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ മറ്റ് അഫർമേഷൻ ട്രെയിനിങ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഒരു മണിക്കൂറിൽ അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ മൈൻഡിന്റെ പവർ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒന്നും വേണ്ട. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങളുടെ ലൈഫ് കോച്ചിങ് ബാച്ചസ് ആണ് ചെയ്യുന്നത്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ബാച്ച്, അൾട്രാ ട്രാൻസ്ഫോർമേഷൻ ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൈൻഡിനെ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങളെ സ്മാർട്ട് ആക്കുക എന്നുള്ളതാണ് ആ ബാച്ചുകളുടെ ലക്ഷ്യം. സ്ക്രീനിലെ നമ്പറിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും, ഡെമോ ക്ലാസ് ഉൾപ്പെടെ. ഇനിയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ലോ ഓഫ് അട്രാക്ഷന്റെയും മാനിഫെസ്റ്റേഷന്റെയും ഒക്കെ
ടെക്നിക്സ് ഉപയോഗിക്കേണ്ടത്. ഒരു ബുക്ക് എടുത്ത് എഴുതുക, ജേർണൽ ചെയ്യുക. ഞാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള എന്റെ വെർഷനിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്റെ മനസ്സ് എന്റെ കൂടെയുണ്ട്. എനിക്ക് ഏത് സദസ്സിനെ ഫേസ് ചെയ്യാനും എന്ത് ക്രൈസിസിനെ മാനേജ് ചെയ്യാനും ഫുള്ളി കോൺഫിഡന്റ് ആണ്. തോൽവിയെ ഞാൻ ഭയക്കുന്നില്ല. ഞാൻ ലേൺ ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ആത്മവിശ്വാസത്തിൽ എനിക്ക് പ്രപഞ്ചത്തിനെയും എന്റെ ചുറ്റുപാടിനെയും നേരിടാൻ റെഡിയാണെന്ന് ഒരു 10 പ്രാവശ്യം എഴുതി താങ്ക് യു എന്ന് പറഞ്ഞ് എഴുതുക. ആ ഒരു ഫീലിങ്സ് മനസ്സിൽ ജനറേറ്റ് ചെയ്യുക. നിങ്ങളൊപ്പം ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്നത് കണ്ണടച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് വെർഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുന്നതായിട്ട്. അവിടെ നിങ്ങളുടെ ബോഡി പോസ്റ്ററും നിങ്ങളുടെ ചോയ്സ് ഓഫ് വേർഡ്സും സംസാര ശൈലിയും എല്ലാം ഏറ്റവും കോൺഫിഡന്റ് ആയ ഒരു വ്യക്തിയുടെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വ്യക്തിയെ നിങ്ങൾ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ആ വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ആൾക്കാരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനും ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി നമ്മളെ കർമ്മം ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന പ്രപഞ്ചത്തിന് നന്ദി 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 എന്ന് മനസ്സിലൊരു 10 പ്രാവശ്യം പറയാം. നിങ്ങൾ എന്ത് ക്വാളിറ്റിയാണോ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ക്വാളിറ്റി നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി എന്ന് വിഷ്വലൈസ് ചെയ്തതിനു ശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടദൈവത്തെ വിളിച്ച് താങ്ക് യു എന്ന് പറയുക. മനസ്സാണ് ദൈവം അല്ലെ. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ക്യാരക്ടറിനെ, നിങ്ങളുടെ റിയാലിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ യൂസ് ദാറ്റ് പവർ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ മിത്രവും നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. അടുത്ത സ്റ്റെപ്പ് ഈസ് മോസ്റ്റ് ക്രൂഷ്യൽ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ റെസ്പെക്ട് ചെയ്യാനും തുടങ്ങണം. സെൽഫ് എസ്റ്റീം ഉണ്ടല്ലോ, ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ ഈഗോയുടെ കാര്യമല്ല പറയുന്നത്. നമുക്ക് നമ്മളോട് റെസ്പെക്ട് ഉണ്ടാവണം, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവണം. അതൊക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഇവിടെ ഞാൻ എന്റെ ബാച്ചിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട് ഈ സെൽഫ് എസ്റ്റീം കൂട്ടാനും കോൺഫിഡൻസ് കൂട്ടാനും. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുക. ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരാളെ അൺകണ്ടീഷണലി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അയാളെ ഹെൽപ്പ് ചെയ്യുക. അയാളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ ഒരു ആക്ടിവിറ്റി, നമ്മുടെ ഒരു ആക്ഷൻ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരുത്തി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു നിർവൃതിയുണ്ട്. അതാണ് സെൽഫ് എസ്റ്റീമിന്റെയും കോൺഫിഡൻസിന്റെയും ഒക്കെ അടിത്തറയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇതൊരു ഗോൾഡൻ റൂൾ ആണ്. ഇതൊരു ക്വിക്ക് ഫിക്സ് ആണ്. നിങ്ങളുടെ ചുറ്റും സഹായം ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാർ, സഹായം അർഹിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു കൈത്താങ്ങായിട്ട് നിങ്ങൾക്ക് ദിവസം ഒരു ടാസ്ക് എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി തന്നെ മാറും. സെൽഫ് വർത്തും സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും 10 മടങ്ങ് കൂടും. ഈ വീഡിയോ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തിനോ ഒരു കുടുംബാംഗത്തിനോ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ആക്ഷൻ, ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ വളർത്തുക. കോടിക്കണക്കിന് രൂപ ഒരാൾക്ക് കൊടുക്കണമെന്നൊന്നും അല്ല പറയുന്നത്. ഒരു പുഞ്ചിരി ആയാലും മതി. ഒരാൾക്ക് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു കൈ സഹായം അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കുന്ന ഒരു വാചകം പറഞ്ഞാൽ പോലും മതി. നമുക്ക് പലരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പകുതിയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഒരാളായിട്ട് നിങ്ങൾ മാറും. ഇപ്പോൾ തന്നെ കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് പറയണം, ഐ ആം എ കോൺഫിഡന്റ് പേഴ്സൺ. പ്രപഞ്ച ശക്തി കൊണ്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. എന്റെ ചിന്തകളെയും എന്റെ കർമ്മത്തിനെയും ആത്മവിശ്വാസത്തെ മുൻനിർത്തി എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. നന്ദി പ്രപഞ്ചമേ എന്ന് മിററിന്റെ മുമ്പിൽ പോയി ആ ഫുൾ ഫീലിങ്സിൽ ഫുൾ ആത്മാർത്ഥയോടുകൂടി ഇപ്പം തന്നെ പറയാം. ബിക്കോസ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫാക്ടർ നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നിങ്ങൾ മനസ്സ് എന്ത് വിശ്വസിക്കുന്നോ അവിടെ വരെ മാത്രമേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. സോ മനസ്സ് ശക്തമാക്കുക. മനസ്സാണ് ദൈവം അല്ലെ. ഇത്തരത്തിൽ എന്റെ ഒരു മെന്റർഷിപ്പ്, ഒരു ഇന്റൻസീവ് ലൈഫ് കോച്ചിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. 1-on-1 കൺസൾട്ടേഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ അനുദീപ് തിയറി അല്ലെങ്കിൽ AT എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹമാണ് എന്റെ ശക്തി.